ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ഇംഗ്ലീഷ് എക്കോ. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റേച്ചൽ ലോവൽ എഴുതിയിട്ടുള്ള നാനോ ക്ലേ ദ ലിക്വിഡ് ടേണിംഗ് ഡെസേർട്ട് ടു ഫാംലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. മരുഭൂമിയെ കൃഷിഭൂമിയാക്കുന്ന ഒരു ദ്രാവകം ആണ് നാനോ ക്ലേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് എന്താണ് നാനോ ക്ലേ എന്നും എങ്ങനെയാണ് ഇത് മരുഭൂമിയെ ഫലഭൂയിഷ്ടമായിട്ടുള്ളൊരു മണ്ണാക്കി മാറ്റുന്നത് എന്നും മറ്റേതെല്ലാം വഴികളിൽ കൂടെ മരുഭൂമിയെ നമുക്ക് ഫലഭൂയിഷ്ടമായിട്ട് മണ്ണാക്കി മാറ്റാൻ പറ്റും എന്നും ഇതെങ്ങനെയാണ് നാനോ ക്ലേ എന്ന് പറയുന്നൊരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്. സോ മൂവിങ് ടു ദ ചാപ്റ്റർ. ഇൻ റീജിയൻസ് വെയർ ഫ്രഷ് പ്രൊഡ്യൂസ് ഈസ് സ്കെയർ ഡ്യൂ ടു ഹാർഷ് ഡെസേർട്ട് കണ്ടീഷൻസ്, എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ടെക്നോളജി കോൾഡ് ലിക്വിഡ് നാനോ ക്ലേ ഈസ് മേക്കിംഗ് ഫാമിംഗ് പോസിബിൾ. അപ്പം ചില രാജ്യങ്ങളിൽ എന്താണ്, അവിടെ മരുഭൂമിയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അവരുടെ നാട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. അവരെന്ത് ചെയ്യാണ്, അധിക സാധനങ്ങളും വേറെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മെത്തേഡ് അതായത് ഈ ലിക്വിഡ് നാനോ ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ ഡെസേർട്ട് പോലത്തെ ലാൻഡ് അവർക്ക് മാറ്റി അതിൽ ഫാമിംഗ് അതായത് കൃഷി സാധ്യമാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഡെവലപ്ഡ് ബൈ ഡെസേർട്ട് കൺട്രോൾ, എ നോർവേ ബേസ്ഡ് കമ്പനി, നാനോ ക്ലേ ട്രാൻസ്ഫോംസ് ബാരൻ സാൻഡി സോയിൽ ഇൻടു ഫെർട്ടൈൽ ഫാംലാൻഡ് ബൈ ഇംപ്രൂവിംഗ് വാട്ടർ റിട്ടൻഷൻ ആൻഡ് ന്യൂട്രിയൻറ്റ് അവൈലബിലിറ്റി. അപ്പം ഈ ഒരു നാനോ ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഒരു നോർവേ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അതായത് ഡെസേർട്ട് കൺട്രോൾ എ നോർവേ ബേസ്ഡ് കമ്പനിയാണ്. അപ്പം ഇവർ എന്താണ് ചെയ്യുന്നത്, നമ്മൾ മണൽ പോലെയുള്ള അതായത് സാൻഡി സോയിൽ മണൽത്തരികൾ പോലെയുള്ള മണ്ണിനെ ഇവരെന്താക്കി മാറ്റുകയാണ്, ഫെർട്ടൈലായിട്ടുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള ഫാംലാൻഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു നാനോ ക്ലേ മെത്തേഡ് ഉപയോഗിക്കുന്നതോടുകൂടി ആ വെള്ളം അതായത് ആ ഒരു സോയിലിൽ അല്ലെങ്കിൽ വാട്ടർ റിട്ടൻഷൻ അതായത് വെള്ളം സംഭരിക്കാനും അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റി കൂട്ടാനും വേണ്ടി സാധിക്കുന്നുണ്ട്. This technology has already enabled the successful cultivation of crops in the Arabian desert, where 90% of fresh produce is typically imported. അപ്പം ഈ ഒരു മെത്തേഡ് കൊണ്ട്, ഈ നാനോ ക്ലേ എന്ന് പറയുന്ന മെത്തേഡ് കൊണ്ട് 90% മരുഭൂമി അതായത് അറേബ്യൻ ഡെസേർട്ടുകൾ എന്താക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, നമ്മുടെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഫാംലാൻഡ് ആക്കാനും അവിടെ കൃഷി കൾട്ടിവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കൃഷി സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടി സാധിക്കുകയും അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി പറയുന്നത് ദ ഒറിജിൻ ഓഫ് ദ പ്രോബ്ലം, ദ നൈൽ ഡെൽറ്റാസ് ഡിക്ലൈൻ. അതായത് എവിടെ നിന്നാണ് ഈ ഒരു നാനോ ക്ലേ മെത്തേഡ് എന്ന് പറയുന്ന സാധനം വരുന്നതെന്നും അതുപോലെ ഈ നാനോ ക്ലേ മെത്തേഡ് എവിടെ നിന്നാണ് സയൻറ്റിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ്. The concept behind nano clay originates from a historical agriculture crisis in Egypt. ആക്ച്വലി ഇത് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ വരുന്നത് ഈജിപ്തിലുള്ള ഒരു സ്ഥലത്ത് നിന്നാണ്. For thousands of years, the Nile River's annual flood replenished the delta soil with clay, minerals and nutrients, making the land highly fertile. അപ്പം എന്താണ്, നൈൽ നദി, ഈജിപ്തിലെ നൈൽ നദി ഒഴുകുന്ന സ്ഥലത്ത് ആളുകൾക്ക്, അതായത് ഈജിപ്ത് നമുക്കറിയാം കുറച്ച് മണൽ അല്ലെങ്കിൽ കൂടുതലുള്ള അങ്ങനത്തെ ഫെർട്ടൈലിറ്റി ഭയങ്കര കുറവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അവിടെ മണൽ കൂടിയിട്ടുള്ള മണ്ണാണുള്ളത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൃഷിയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഈ നൈൽ നദി ഒഴുകുന്ന സമയത്ത്, ആനുവൽ ഫ്ലഡിൻ്റെ സമയത്ത്, കവിഞ്ഞൊഴുകുന്ന സമയത്ത്, ഒഴുക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഉണ്ടായിരുന്ന മണൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മണ്ണ് എന്ത് ചെയ്യും, മണലുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലേയുമായിട്ട് ചളിയുമായിട്ട് കൂടിച്ചേർന്ന് മിനറൽസ് ഒക്കെ ആയിട്ട് കൂടിച്ചേർന്ന് ന്യൂട്രിയൻസ് ആയിട്ട് കൂടിച്ചേർന്ന് ഹൈലി ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു സ്ഥലമാക്കി അത് മാറ്റി. However, when the Aswan Dam was built in 1960s to generate hydroelectric power and controlling flooding, it also stopped this vital deposit from reaching the soil. പക്ഷേ നൈൽ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു ലാൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാണോ ഹൈഡ്രോ ഇലക്ട്രിക് പവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 1960 അവിടെ ഡാം നിർമ്മിച്ചത്, അതിനുശേഷം
എന്ത് സംഭവിച്ചു? അവിടെ മിനറൽസിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും ഒക്കെ ഡെപ്പോസിറ്റ് കുറയുകയും അവരുടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി നഷ്ടമാവുകയും ചെയ്തു. Within a decade, the once productive land lost its fertility, prompting soil scientists to search for solution. അങ്ങനെ ഒരു ഡെക്കേഡ് കൊണ്ട് തന്നെ അവിടുത്തെ ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുകയും സയൻറ്റിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതി എത്തിച്ചേരുകയും ചെയ്തു. നെക്സ്റ്റ്, ദ സയൻസ് ബിഹൈൻഡ് നാനോ ക്ലേ. എന്താണ് ഈ നാനോ ക്ലേ എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്നാണ് പറയുന്നത്. ക്ലേ ഹാസ് ലോങ് ബീൻ നോൺ ടു ഇംപ്രൂവ് സോയിൽ ക്വാളിറ്റി. അതായത് കളിമണ്ണിന് അല്ലെങ്കിൽ ക്ലേക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? സോയിലിൻ്റെ മണ്ണിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ബട്ട് ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് മിക്സിംഗ് ക്ലേ ഇൻ ടു ദ ഗ്രൗണ്ട് ആർ ലേബർ ഇൻറ്റൻസീവ് ആൻഡ് എൻവിറോൺമെൻ്റലി ഡിസ്ട്രക്റ്റീവ്. പക്ഷേ സാധാരണ ഒരു മണ്ണിലേക്ക് ക്ലേ മിക്സ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു ജോലിയുമാണ്. അതുപോലെ തന്നെ അത് പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള ഒരു കാര്യവുമാണ്. പ്ലോയിങ് ആൻഡ് ടേണിംഗ് സോയിൽ റിലീസ്ഡ് സ്റ്റോർഡ് കാർബൺ ആസ് CO2 ആൻഡ് ഡാമേജ് ഫംഗൽ നെറ്റ്വർക്ക് എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഹെൽത്ത്. അപ്പം നമ്മൾ മണ്ണിലേക്ക് ഈ ഒരു ക്ലേ മിക്സ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് മണ്ണിലുള്ള കാർബൺ റിലീസ് ആവുന്നത് എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും അതുപോലെ തന്നെ മണ്ണിലുള്ള പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫംഗൽ നെറ്റ്വർക്ക് നഷ്ടമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മണ്ണിലേക്ക് നമുക്ക് ക്ലേ മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ലൊരു കാര്യമല്ല. Desert control solution was to develop a liquid nano clay that can be sprayed directly onto sandy soil without disturbing its structure. പക്ഷേ ഡെസേർട്ട് കൺട്രോൾ എന്ന് പറയുന്ന കമ്പനിക്ക് എന്തായിരുന്നു? പുതിയ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിച്ചു. ലിക്വിഡ് ആയിട്ടുള്ള, അതായത് ദ്രാവക രൂപത്തിലുള്ള നാനോ ക്ലേ എന്ത് ചെയ്യുക? ഡയറക്റ്റ്ലി സാൻഡി ആയിട്ടുള്ള മണൽത്തരികളുള്ള സോയിലിലേക്ക് സ്പ്രേ ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൻ്റെ മണ്ണിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കണ്ടുപിടുത്തം അവർ നടത്തി. The key to nano clay's effectiveness lies in cationic എക്സ്ചേഞ്ച് കപ്പാസിറ്റി. അപ്പം ഈ ഒരു നാനോ ക്ലേൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് CEC എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതായത് എ നാച്ചുറൽ അട്രാക്ഷൻ ബിറ്റ്വീൻ നെഗറ്റീവ്ലി ചാർജ് ക്ലേ പാർട്ടിക്കിൾസ് ആൻഡ് പോസിറ്റീവ്ലി ചാർജ് സാൻഡി ഗ്രെയിൻസ്. അതായത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ക്ലേക്ക് അല്ലെങ്കിൽ കളിമണ്ണിന് നെഗറ്റീവ് ചാർജാണുള്ളത്. നമ്മൾ ചെയ്യുന്ന സാൻഡ് അല്ലെങ്കിൽ മണൽത്തരിക്ക് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അതുകൊണ്ട് ഇത് തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യപ്പെടും. ദിസ് കോസ് the clay to coat each sand particles in a 200 to 300 nanometer layer. അപ്പം ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് ഓരോ മണൽത്തരിയിലും 200 മുതൽ 300 വരെ നാനോമീറ്റർ ലെയറിൽ ഈ ക്ലേ ഓരോ സാൻഡിലും എന്താകും? കോട്ടാവാൻ വേണ്ടി തുടങ്ങും, അല്ലെങ്കിൽ ഒരു ആവരണം തീർക്കും. creating a structure that hold water and nutrients rather than letting them drain away. അപ്പം ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഒരു മണൽത്തരിയിലുള്ള വെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്റ്റോർ ചെയ്യാനും ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യാനും വേണ്ടി സാധിക്കും. The treatment allows crop to be planted within hours and last for about 5 years before needing renewal. അപ്പം ഈ ഒരു ചെടി അല്ലെങ്കിൽ പ്ലാന്റ് നടുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു 5 വർഷക്കാലം എന്ത് ചെയ്യും? നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം ഇതെന്ത് ചെയ്യണം? പുതുക്കി വീണ്ടും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് പറയുന്നത് സ്കെയിലിംഗ് അപ്പ് ദ പാത്ത് ടു വൈഡ് സ്പ്രെഡ് യൂസ്. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ വിപുലമായിട്ടുള്ള ഉപയോഗത്തിലേക്കുള്ള വഴി നയിച്ചത് എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ആളുകൾ ഇത്രയധികം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. Though nano clay has been in development for over 15 years, 15 വർഷത്തോളമായി ഈ നാനോ ക്ലേ മെത്തേഡ് എന്ത് ചെയ്ത് വരികയാണ്? ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഇറ്റ് ഹാസ് ഓൺലി റീസെൻ്റ്ലി ബിഗൻ ലാർജ് സ്കെയിൽ കൊമേഴ്ഷ്യൽ ഡിപ്ലോയ്മെൻറ്റ്. അപ്പം ഇന്ന് ഇത് ഭയങ്കര വലിയ രീതിയിൽ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രികളിലാണ് അല്ലെങ്കിൽ ലാർജ് സ്കെയിലായിട്ടുള്ള കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നുള്ളൂ. Independent testing by the International Center for Biosaline Agriculture in Dubai confirmed its effectiveness, paving the way for expansion. അപ്പം നമ്മുടെ ICBA എന്ന് പറഞ്ഞിട്ടുള്ള ദുബായ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ
എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ എക്സ്പാൻഷൻ, അതായത് ബയോ നാനോ ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവത്തിനെ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. Desert Control plans to roll out mobile nanoclay production unit housed in 40 feet shipping containers. അപ്പം ആദ്യം ഇവർ എന്ത് ചെയ്തു, 40 ഫീറ്റുള്ള ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, നാനോക്ലേൻ്റെ പ്രൊഡക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പരീക്ഷണം നടത്തുന്നത്. ദിസ് യൂണിറ്റ് വിൽ പ്രൊഡ്യൂസ് നാനോക്ലേ ലോക്കലി യൂസിങ് റീജിയണലി സോഴ്സ്ഡ് ക്ലേ ആൻഡ് ലേബർ. അപ്പം ഈ ഒരു 40 അടി ഷിപ്പിൽ കണ്ടെയ്നേഴ്സിലാണ് ഇവർ നാനോക്ലേ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എന്നിട്ട് എന്ത് ചെയ്യും, ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ക്ലേയും അതുപോലെ തന്നെ ലേബേഴ്സിനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവരിത് മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. The first of these factories will be capable of producing 40,000 liters of nanoclay per hour. അപ്പം മണിക്കൂറിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 40,000 ലിറ്റേഴ്സ് നാനോക്ലേ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഫാക്ടറികൾക്ക് പറ്റും. ആൻഡ് വിൽ ബി യൂസ്ഡ് ഇൻ UAE സിറ്റി പാർക്സ് വെയർ ദ ടെക്നോളജി ക്യാൻ റെഡ്യൂസ് വാട്ടർ യൂസേജ് ബൈ അപ് ടു 47%. അപ്പം ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ 47% വെള്ളത്തിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് ഡെസേർട്ട് റീജിയണിലൊക്കെ വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ടാകും. അപ്പം ഒരുപാട് എല്ലാ തവണയും നമ്മൾ നാട്ടിൽ നനയ്ക്കുന്ന പോലെ രാവിലെയും വൈകുന്നേരം ഒന്നും നനയ്ക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് 47% നമുക്ക് വെള്ളം യൂസേജ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കറൻ്റ്ലി നാനോക്ലേ കോസ്റ്റ് അറൌണ്ട് $2 per square meter, making it feasible for small farmers in wealthier countries like the UAE, but too expensive for widespread use in poorer regions. അപ്പം ഇന്ന് $2 ഈ ഒരു നാനോക്ലേൻ്റെ സ്ക്വയർ മീറ്ററിന് വില വരുന്നത്. പക്ഷേ ഇത് ഒരുപാട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പാവപ്പെട്ട റീജിയൻസിലുള്ള ആളുകൾക്ക്, പൂറർ റീജിയൻസിലുള്ള ആളുകൾക്ക് ഇത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതിൻ്റെ വില കാരണം. ടു മേക്ക് എ റിയൽ ഇമ്പാക്റ്റ് ഓൺ ദീസ് ഏരിയാസ്, ഡെസേർട്ട് കൺട്രോൾ aims to reduce cost to $0.20 per square meter. അപ്പം ഇവർ ശ്രമിക്കുന്നുണ്ട് 0.20 സ്ക്വയർ മീറ്റർ പ്രൈസിൽ ഇത് കൊടുക്കാനായിട്ട്. At this price, transforming barren land could be cheaper than buying productive farmland elsewhere. അപ്പം ഈ ഒരു പൈസ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് ഉപയോഗിച്ച് നമ്മൾ നാനോക്ലേ വാങ്ങുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എത്രയോ ഇരട്ടി പൈസ കൊടുത്ത് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഫാം ലാൻഡ് വാങ്ങുന്നതിലും നല്ലതാണ് $0.20 ഉപയോഗിച്ചിട്ട് നാനോക്ലേ സ്ക്വയർ മീറ്ററിന് വാങ്ങി ഉപയോഗിക്കുന്നത്. അടുത്തത് പറയുന്നത് നാനോക്ലേ ആൻഡ് ഗ്ലോബൽ എഫേർട്സ് ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ, അതായത് മരുഭൂമിവൽക്കരണത്തിന് എതിരെയുള്ള ഒരു ആഗോള ശ്രമങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. Desert Control is collaborating with the United Nations Convention to combat desertification on the Great Green Wall Project, an initiative to plant trees and establish agroforestry system across North Africa to stop desert expansion. അപ്പം ഈ ഒരു മരുഭൂമി എന്ന് പറയുന്ന കാര്യം ഇന്നത്തെ കാലത്ത് കൂടിക്കൂടി വരികയാണ്. കാരണം എന്താണ്, അതിൻ്റെ വനനശീകരണം കാരണം. അപ്പം ഇത് കുറയ്ക്കാനായിട്ട് നോർത്ത് ആഫ്രിക്കൻ റീജിയൻസിൽ എന്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, പ്ലാന്റുകൾ നട്ട് അതൊരു അഗ്രോ ഫോറസ്ട്രി ആക്കി മാറ്റാനായിട്ട് ഗ്രേറ്റ് ഗ്രീൻ വാൾ പ്രോജക്റ്റ് തീരുമാനിച്ചിട്ടുണ്ട്. And if cost can be reduced, nanoclay could play a key role in restoring degraded lands worldwide. അപ്പോൾ ഈ നാനോക്ലേൻ്റെ പൈസ കുറയുകയാണെങ്കിൽ ഒരുപാട് ഡെസേർട്ടഡ് ആയി കിടക്കുന്ന ലാൻഡുകളിൽ ഇത് ഉപയോഗിക്കാനും അതുകൊണ്ട് തന്നെ ആ ഒരു ലാൻഡിനെയൊക്കെ നമുക്ക് ഫലഭൂവിഷ്ടമാക്കിയിട്ടുള്ള പല സാധനങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് ഈ നാനോക്ലേ പോലെ തന്നെ വേറെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സോയിൽ റിക്കവറി മെത്തേഡുകളാണ്. അപ്പം നാനോക്ലേ വർക്ക്സ് ബെസ്റ്റ് ഫോർ സാൻഡി സോയിൽ, കുറച്ച് മണൽത്തരികളുള്ള അങ്ങനത്തെ സോയിലാണ് നാനോക്ലേ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ബട്ട് അതർ ലാൻഡ് റെസ്റ്റോറേഷൻ ടെക്നിക്സ് ആർ അവൈലബിൾ ഫോർ ഡിഫറെൻറ്റ് സോയിൽ ടൈപ്പ്. അപ്പം ഓരോ മണ്ണിനനുസരിച്ചിട്ടും ഓരോ രീതികളുണ്ട് അല്ലെങ്കിൽ ഓരോ ടെക്നിക്കുകളുണ്ട് ആ മണ്ണിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട്. അതിലൊന്നാമത്തേതാണ് ബയോചാർ എന്ന് പറയുന്നത്, രണ്ടാമത്തേതാണ് വെർമിക്കുലേറ്റ്, മൂന്നാമത്തേതാണ് അബ്സോർബൻറ്റ് പോളിമർ ബീഡ്സ് എന്നുള്ളത്. ആദ്യത്തെ ബയോചാർ എന്ന് പറയുന്നത് എ സ്റ്റേബിൾ ഫോം ഓഫ് കാർബൺ പ്രൊഡ്യൂസ്ഡ് ബൈ ബേണിംഗ് ഓർഗാനിക് മാറ്റർ ഇൻ എ ലോ ഓക്സിജൻ എൻവിറോൺമെൻറ്റ്. അപ്പം ലോ ഓക്സിജൻ എൻവിറോൺമെൻറ്റിൽ ഒരു ഓർഗാനിക് ആയിട്ടുള്ള മാറ്ററിനെ കത്തിക്കുന്ന സമയത്ത് അതിൽ ഫോം ചെയ്യുന്ന ഒരു കാർബൺ പ്രൊഡക്റ്റാണ് എന്തെന്ന് പറയുന്നത്, ബയോചാർ എന്ന് പറയുന്നത്.
അൺലൈക്ക് ഡീകമ്പോസിങ് ഓർഗാനിക് മാറ്റർ ബയോചാർ റിമൈൻസ് ഇൻ ദ സോയിൽ ഫോർ എ ലോങ് ടൈം. അപ്പം ഒരു ഓർഗാനിക് മാറ്റർ നമ്മൾ മണ്ണിലിട്ട് കഴിയുന്ന സമയത്ത് അത് ഡീകമ്പോസ് ആയി പോകും, അത് നശിച്ചു പോകും കുറച്ചു കാലം കഴിയുന്ന സമയത്ത്. പക്ഷേ ബയോചാർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഹെൽപ്പിംഗ് റീടൈൻ ന്യൂട്രിയൻസ് ആൻഡ് ഇംപ്രൂവ് സോയിൽ സ്ട്രക്ചർ. അപ്പം ഇതിൽ ബയോചാറിൻ്റെ അകത്ത് ന്യൂട്രിയൻസിനെ നമുക്ക് റീടൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടന ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി സാധിക്കും. ഇറ്റ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ ലാൻഡ് ഡിഗ്രേഡഡ് ബൈ ഓവർ ഫാമിംഗ് ഓർ മൈനിങ്. അപ്പം ഒരുപാട് കൃഷി ചെയ്ത മണ്ണിലോ അല്ലെങ്കിൽ മൈനിങ് ഒക്കെ നടത്തിയിട്ടുള്ള മണ്ണിലോ ആണ് ഈ ബയോചാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓൾട്ടർനേറ്റീവ് സോയിൽ റിക്കവറി മെത്തേഡ് നല്ലത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തേതാണ് വെർമിക്കുലൈറ്റ് എന്ന് പറയുന്നത്. A heat-treated mineral that expands into a spongy structure capable of holding 3 times its weight in water. അതായത് വെള്ളത്തിൻ്റെ അതായത് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ 3 ഇരട്ടി വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ അത്രയും വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പോഞ്ചി സ്ട്രക്ചർ ആയിട്ടുള്ള ചൂടാക്കി ഉണ്ടാക്കുന്ന ഒരു മിനറലാണ് വെർമിക്കുലേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത്തേതാണ് അബ്സോർബൻറ്റ് പോളിമർ ബീഡ് എന്ന് പറയുന്നത്. ദീസ് സ്റ്റോർ വാട്ടർ അറ്റ് പ്ലാന്റ്സ് റൂട്ട്. അതായത് പ്ലാന്റിൻ്റെ റൂട്ടിൽ വെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബീഡുകൾ ഉപയോഗിക്കുന്നത്. അലോയിങ് ഗ്രാജുവൽ മോയ്സ്ചർ റിലീസ്. എപ്പോഴാണോ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വേണ്ടി വരുന്നത് ആ സമയത്ത് ഇവരെന്ത് ചെയ്യാണ്, മോയ്സ്ചർ ഈർപ്പം ചെടികളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. However, both vermiculite and beads require soil cultivation which can disrupt underground ecosystem. അപ്പം ഇത് രണ്ടും, അതായത് ഈ വെർമിക്കുലൈറ്റ് എന്ന് പറയുന്നതും പോളിമർ ബീഡ്സ് എന്ന് പറയുന്നതും എന്താണ്, അത്യാവശ്യം നല്ല രീതിക്ക് എക്കോസിസ്റ്റത്തിനെ ബാധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ദോഷമായിട്ട് ബാധിക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ പറയുന്നത് റിയൽ വേൾഡ് ഇമ്പാക്ട് ഗ്രോയിങ് ഫുഡ് ഇൻ ഡെസേർട്ട്. അപ്പം ശരിക്കും ഈ ഒരു നാനോ ക്ലേൻ്റെ യഥാർത്ഥ സ്വാധീനം എന്താണ് എന്നും എങ്ങനെയാണ് മരുഭൂമി പോലത്തെ ഒരു സ്ഥലത്ത് ഇവർ ഈ ഒരു നാനോ ക്ലേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. നാനോ ക്ലേ ടെക്നോളജി ഹാസ് ഓൾറെഡി ഷോൺ സക്സസ് ഇൻ ദ UAE. ഓൾറെഡി UAEയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നാനോ ക്ലേ ഉപയോഗിച്ചിട്ട് ഇവർ പഴവർഗ്ഗങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഡ്യൂറിങ് ദ COVID-19 ലോക്ക്ഡൗൺ വെൻ ഫ്രഷ് പ്രൊഡ്യൂസ് ഇമ്പോർട്ട്സ് ഡ്രോപ്ഡ്. അപ്പോൾ COVID-19 സമയത്ത് കയറ്റുമതി കുറയുകയും അവർക്ക് സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ എത്തുകയും ചെയ്തു. അങ്ങനെ 1000 സ്ക്വയർ മീറ്ററിൽ എന്ത് ചെയ്തു, ഒരു ട്രയലായിട്ട് എന്ത് ചെയ്തു, നാനോ ക്ലേ മെത്തേഡ് ഉപയോഗിക്കുകയും 200 കിലോയോളം വാട്ടർ മെലൺസും സുക്കിനിയും മില്ലറ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ദ ഹാർവെസ്റ്റ് വാസ് distributed to local families through a partnership with ICBA and the Red Crescent. അപ്പം അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു സാധനങ്ങളെല്ലാം ലോക്കലായിട്ടുള്ള ഫാമിലീസിന് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഫർദർ റിസർച്ച് വിൽ ഇൻവെസ്റ്റിഗേറ്റ് വെദർ ക്രോപ്സ് ഗ്രോൺ വിത്ത് നാനോ ക്ലേ ഹാവ് എൻഹാൻസ്ഡ് ന്യൂട്രിയൻഷ്യൽ വാല്യൂ. അപ്പം ഇപ്പോഴും റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാനോ ക്ലേ മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ള പ്രോഡക്ട്സിന് അല്ലെങ്കിൽ ക്രോപ്പുകൾക്ക്, വിളകൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ന്യൂട്രിയൽ വാല്യൂ ഉണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട്. സോ ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നാനോ ക്ലേ റെപ്രസെൻറ്റ്സ് എ റെവല്യൂഷണറി അപ്രോച്ച് ടു സോയിൽ റിക്കവറി എനേബിളിംഗ് അഗ്രികൾച്ചർ ഇൻ എറിഡ് റീജിയൻസ് വൈൽ കൺസേർവിംഗ് വാട്ടർ. അപ്പം ഭയങ്കര എറിഡായിട്ടുള്ള വരണ്ട പ്രദേശങ്ങളിൽ വെള്ളം കൺസേർവ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് റെവല്യൂഷണറി ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡാണ് നാനോ ക്ലേ എന്ന് പറയുന്നത്. Through cost remain a challenge, ongoing research and scaling effort could make it affordable solution for farmers worldwide. അപ്പോൾ ഇപ്പോഴും ആ ഒരു നാനോ ക്ലേൻ്റെ വില എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആണ് സാധാരണക്കാരായിട്ടുള്ള ഫാമേഴ്സിന്. അപ്പം അതും കൂടെ ഒന്ന് അഫോർഡബിൾ ആയിട്ട് മാറുന്ന സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ലോകത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ നാനോ ക്ലേക്ക് സാധിക്കും. Combined with other techniques like biochar, nano clay could play a crucial role in reversing soil degradation and combating desertification on global scale. അതായത് ലോകത്തെ എമ്പാടും മരുഭൂമിവൽക്കരണവും അതുപോലെ തന്നെ സോയിൽ ഡിഗ്രഡേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഈ ഒരു നാനോ ക്ലേ അല്ലെങ്കിൽ ബയോചാർ പോലത്തെയുള്ള റിക്കവറി മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.